പ്രിയങ്കരനായ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സിംഗ് സുക്കു, പ്രിയങ്കരനായ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ മഹനീയമായ വേദിയിൽ ആയിരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 42ാമത് ശ്രീമദ് ഭാഗവത സത്രമാണ് ഇന്നിവിടെ കലവൂരിലെ ശ്രീമാരംകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. അതിനുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. വരുന്ന 12 ദിവസക്കാലം ഇവിടെ നടക്കുന്ന ചർച്ചകൾ, ഭാഗവതം എന്ന് പറയുന്നത് കഥാസാഗരമാണ്, മഹാസാഗരമാണ്, കഥകളുടെ മഹാസാഗരമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത കഥകളാണ്, പറഞ്ഞാലും തീരാത്തത്ര കഥകളാണ്. ആ കഥകളെല്ലാം നിങ്ങൾ കേൾക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ വരുന്ന തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കണം. എന്നോട് എപ്പോഴും ചോദിക്കുക എല്ലാവരും ഇൻ്റർവ്യൂവിൽ, എവിടെ നിന്നാണ് വായിക്കാൻ തുടങ്ങിയത്? നമ്മളെല്ലാം വായിക്കാൻ തുടങ്ങിയല്ല, കഥകൾ കേട്ട് തുടങ്ങുകയാണ് ചെയ്തത്. അമ്മമാരുടെ മടിയിൽ കിടന്ന്, മുത്തശ്ശിമാരുടെ മടിയിൽ കിടന്ന്, ഞാൻ എപ്പോഴും പറയും, അവരുടെ വാത്സല്യമാർന്ന വിരലുകൾ നമ്മുടെ നെറുകയിൽ ഓടിച്ചുകൊണ്ട് അവർ പറഞ്ഞു തന്ന കഥകളാണ് രാമായണം കഥകളും മഹാഭാരതം കഥകളും. അവരാരും നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊന്നും പണ്ഡിതരൊന്നും ആയിരുന്നില്ല. എങ്ങനെയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളാണ് അവരുടേതായ ഭാഷയിൽ അവർ നമ്മളോട് പറഞ്ഞു തന്നിരുന്നത്. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ കഥ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ? എല്ലാ സ്ത്രീകളും കൃഷ്ണപക്ഷപാതികളാണ്. ഭഗവാനെ വിട്ടിട്ടൊരു കളിയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനാ ഭഗവാൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ വായു ഒത്തിപ്പിടിക്കും. അത് അമ്മയാണെങ്കിലും മുത്തശ്ശിയും ഭഗവാനെ കുറിച്ച് പറയരുത്. എല്ലാം ഞാൻ എപ്പോഴും അമ്മയെ വലുതായപ്പോഴും കളിയാക്കുമായിരുന്നു. കൃഷ്ണപക്ഷപാതികളാണ്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും അതെ കൃഷ്ണപക്ഷപാതികളാണ്. കൃഷ്ണനെക്കുറിച്ചുള്ള ഏതെല്ലാം രൂപമാണ് നമ്മുടെ മനസ്സിലുള്ളത്. വൃന്ദാവനത്തിൽ അല്ലേ, ഓടക്കുഴലൂടി നടന്ന ഓമനയായ ഉണ്ണി മുതൽ രാധയുടെ ഹൃദയവസന്തമായിരുന്നു കൃഷ്ണൻ. യശോദയുടെ വാത്സല്യഭാജനമായിരുന്നു കൃഷ്ണൻ. പൂതന മുതൽ കംസൻ വരെയുള്ളവരുടെ പേടി സ്വപ്നമായിരുന്ന ദിവ്യയായ ശിശുവാണ്. പിന്നെ മധുരയിലെ രാജകുമാരനായി, ദ്വാരകയിലെ മഹാരാജാവായി, പിന്നെ അർജുനൻ്റെ തേരാളിയായി, ദ്രൗപദിയുടെ കൂട്ടുകാരനായി, പാണ്ഡവരുടെ ദൂതനായി നമ്മുടെ മുമ്പിൽ എത്രയോ വേഷങ്ങളിലാണ്, എത്രയോ വ്യത്യസ്ത രൂപങ്ങളിലാണ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ആദ്യമായി മഹാഭാരതത്തിൻ്റെ വെർഷൻ എഴുതിയ എഴുത്തുകാരൻ മറാഠി നോവലിസ്റ്റായ ശിവജി സാവന്താണ്. അദ്ദേഹം എഴുതിയത് മൃത്യുഞ്ജയ എന്നുള്ളൊരു പുസ്തകമാണ്. കർണനെ കുറിച്ചാണ്. കർണനെ പ്രധാന കഥാപാത്രമാക്കിയിട്ടാണ് അദ്ദേഹം മൃത്യുഞ്ജയ എഴുതിയത്. പിന്നീട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകവും MTയുടെ രണ്ടാം ഊഴവുമൊക്കെ വന്നു. ഈ ശിവജി സാവന്ത് മറാഠി നോവലിസ്റ്റ്, അദ്ദേഹം യുഗാന്തർ എന്ന് പറയുന്ന അതിമനോഹരമായൊരു പുസ്തകം കൃഷ്ണനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മധുര ഈ പറയുന്ന വ്യത്യസ്തമായ റോളുകൾ അത്ഭുതകരമായി നിർവഹിച്ച കൃഷ്ണനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ കഥകളാണ്, മുഴുവൻ കഥകളാണ്. ഞാൻ പറഞ്ഞല്ലോ, എണ്ണിയാൽ ഒടുങ്ങാത്ത കഥകളാണ്. നമ്മളത് ഇപ്പോൾ ഉള്ള പ്രശ്നം, നമ്മൾ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും കാതുകളിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക് വീണതുപോലെ നമ്മുടെ കുട്ടികൾക്കും കുഞ്ഞുമക്കൾക്കും അത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം കൂടി ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഇതിനൊരു സനാതനധർമ്മത്തിൻ്റെ തുടക്കമുണ്ട്. സനാതനധർമ്മം എന്ന് പറയുന്നത് നശിക്കാത്തത് എന്ന് തന്നെയാണ്. അത് നമ്മുടെ ഋഷി പാരമ്പര്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തിൻ്റെ എല്ലാം ഭാഗമാണ്. അതും ഈ ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, സ്മൃതികളുമായിട്ട് യാതൊരു ബന്ധമില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അത് ആരുടെയും സ്വന്തമല്ല, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്. അത് അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ്, പൊരുൾ തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ്, സത്യം തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ്. ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയും. നമ്മൾ എല്ലാവരും പോകുന്നതാണ് പൊരുൾ തേടി. പല മാർഗത്തിൽ പോവാം, ഭക്തിമാർഗത്തിൽ പോവാം, പ്രാർത്ഥനയായി, പൂർണ്ണമായ അർപ്പണമായി, പൂജകളായി പോവാം, ഭക്തിമാർഗത്തിൽ പോകാം, ജ്ഞാനമാർഗത്തിൽ പോവാം. അത് അറിവ് തേടിയുള്ളൊരു പോക്കാണ്, അറിവിൻ്റെ അന്വേഷണമാണ്. അറിവ് തേടിയുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് ആ പൊരുൾ തേടിയേകാം. ഭക്തിമാർഗത്തിൽ പോകാം, ജ്ഞാനമാർഗത്തിൽ പോകാം, പിന്നെ എന്താ, പിന്നെ കർമ്മമാർഗത്തിൽ പോകാം.
ഇവിടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് മാനവ സേവ തന്നെയാണ് മാധവ സേവ എന്നാണ്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളാണ്, സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത മഹിതമായ കാര്യങ്ങളാണ്. അത് അദ്ദേഹം ചെയ്ത ആ മാനവ സേവ ഹിമാചലിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി എല്ലാം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ ദൈവാർച്ചന നടത്തുന്നത് പോലെയാണ്. മാധവ സേവ, മാധവനെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് മാനവ സേവ. നല്ല കാര്യങ്ങൾ ചെയ്ത് എന്താണ് സാധാരണക്കാരായ നമ്മളോട് ഭഗവാൻ പറയുന്നത്? എന്താ? നിങ്ങൾ നന്നായി ജോലി ചെയ്യുക, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനോഹരമായി നിങ്ങൾ ചെയ്തു തീർക്കുക എന്നാണ് നമ്മളോട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മകൻ എന്നുള്ള നിലയിൽ, മകൾ എന്നുള്ള നിലയിൽ, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, കൊച്ചുമക്കൾ എന്നുള്ള നിലയിൽ, ഈ രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യവും ഏറ്റവും മനോഹരമായി കൃത്യനിഷ്ഠയോടുകൂടി മനോഹരമായി അത് ചെയ്തു തീർക്കുന്നത് തന്നെ ഈ കർമ്മമാർഗത്തിലൂടെയുള്ള ഈ പൊരുൾ തേടിയുള്ള ഈ അന്വേഷണമാണ്. നമുക്കുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാനം പറയുമല്ലോ തത്വമസി. ഞാൻ രാധാകൃഷ്ണ സാറിലോണ്ട് കൂടുതൽ പറയുന്നില്ല, അത് നീ തന്നെയാണ് എന്ന് പറയും. ആരാ ദൈവം നമ്മുടെ ഉള്ളിൽ? നമുക്കിപ്പോൾ ഭയങ്കര പ്രശ്നമാണ് ദൈവമായിട്ട്. എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വരമാണ് മകനെ അല്ലെങ്കിൽ മകളെ വേണ്ടതെന്ന് ചോദിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നമുക്ക് ദൈവത്തിനോട്. ശത്രുവിന് നാശം വരട്ടെ എന്ന് നമ്മൾ ചോദിച്ചാൽ അപ്പം തന്നെ പറഞ്ഞേനെ. നമുക്കെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അടുത്ത വീട്ടിൽ അവൻ്റെ ചാഞ്ഞു തിങ്ങുന്ന തെങ്ങ് അതുമ്മ വീണ വീട് തകർന്നു പോട്ടെ എന്ന് അറിയാതെ ചോദിച്ചു പോയനെ. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവം നമ്മുടെ മനസ്സറിയാവുന്നതുകൊണ്ടാണ് നമ്മളോട് വരമൊന്നും ചോദിക്കാത്തത്. വരം ചോദിച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ നാശത്തിന് വേണ്ടി നമ്മൾ ചോദിക്കും എന്ന് ദൈവത്തിന് തന്നെ അറിയാവുന്ന കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്ന് പറയുന്നുള്ള ഒരു അദൃശ്യമായ ഒരു ശക്തി നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ വഴികാട്ടുന്ന, അല്ലേ, നമുക്ക് നീ അത് ചെയ്യരുത് എന്ന് നമ്മളോട് പറയുന്ന, നീ എന്താ ദൈവഭയം എന്ന് അമ്മമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവഭയം വേണമെന്ന്. ദൈവഭയം എന്താ? ദൈവഭയം നീ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് ഒരാളവിടെ ഇരുന്ന്, വേണ്ടാത്തൊന്നും ചെയ്യരുതെന്നാണ് ദൈവഭയം വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നീ അതൊന്നും ചെയ്യരുത്, നല്ലത് ചെയ്യണം എന്ന് നമ്മളോട് പറയുന്ന ഒരാളാക്കി നമ്മുടെ ഉള്ളിലെ ദൈവത്തിനെ മാറ്റണം. നമ്മൾ തന്നെയാണത്, നമ്മളാണത്, ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്, ആ അറിവ് തേടിയുള്ള അന്വേഷണത്തിൻ്റെ അവസാനം നമ്മൾ തിരിച്ചറിയും. പറഞ്ഞാലും തീരാത്ത കഥകളിലൂടെ, മുഹൂർത്തങ്ങളിലൂടെ, ജീവിത മുഹൂർത്തങ്ങളിലൂടെയെല്ലാം നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് വിശ്വാസമാണ് ഏറ്റവും അചഞ്ചലമായ ആ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടത്. നമ്മൾ നിരാശരാകരുത്. എനിക്ക് ആത്മഹത്യ ചെയ്തെന്നവരോട് ഭയങ്കര ദേഷ്യമാണ്. എന്താ കാര്യം? അവർ സ്വാർത്ഥരാണ്. അവരെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ചുറ്റുപാടും നിൽക്കുന്നവരെക്കുറിച്ച്, അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരെക്കുറിച്ച് അവർ ആലോചിക്കുന്നു പോലുമില്ല. സ്വാർത്ഥരാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ള ജീവിതമാണ് നമ്മുടേതെന്ന് വിചാരിക്കുക. ഭഗവാൻ നമ്മളോട് പറയുന്നത് പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്, പിന്തിരിഞ്ഞോടരുത്, നമ്മളതിനെ മറികടക്കുക തന്നെ ചെയ്യും. ബൈബിളിൽ ഒരു മനോഹരമായ വാചകമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. കാരണം എന്താ? നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആൾ വിശ്വസ്തനാണ് എന്നാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവം എന്ന് പറയുന്നത് വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ തളർന്നു പോവുകയോ പിന്തിരിഞ്ഞോടുകയോ ചെയ്യില്ല. അതല്ലേ യുദ്ധം ചെയ്യാൻ ഉള്ളത് കർമ്മമായിരുന്നു അർജുനൻ്റെ, അല്ലേ? അധർമ്മത്തെ തകർത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം, മഹാഭാരത യുദ്ധം. അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അപ്പുറത്ത് ബന്ധുജനങ്ങളെ കണ്ട്, വലിയ സേനാവ്യൂഹങ്ങൾ കണ്ട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് മനസ്സ് തകർന്ന് ഇരുന്നു പോയ അർജുനോടാണ് ഗീതോപദേശം നടത്തി നീ നിന്റെ കർമ്മം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞത്. ആ കർമ്മം ചെയ്യാൻ അർജുനനോട് മാത്രമല്ല
ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് എല്ലാവരോടുമാണ്. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, കർമ്മം ചെയ്ത് കർമ്മമാർഗത്തിലൂടെ ആ അചഞ്ചലമായ വിശ്വാസത്തിലൂടെ ആ പൊരുൾ തേടിയുള്ള അന്വേഷണം തേടുക എന്നുള്ളതാണ്. ഈ 12 ദിവസക്കാലം ആത്മീയതയും സന്തോഷവും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന ഒരുപാട് ചടങ്ങുകൾ, ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ നടക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ അടക്കം എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സത്രത്തിന് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കടമ നമ്മുടെ ഭാഗവത ഗ്രന്ഥ സമർപ്പണമാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുജി അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സത്രത്തിൻ്റെ വകയായിട്ടുള്ള ഉപഹാരം കൊടുക്കുവാനായി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ ക്ഷണിക്കുകയാണ്. ഇത് മരപ്രഭു എന്ന ആ സങ്കല്പത്തിൻ്റെ തുടങ്ങിയിട്ടുള്ള സ്വർണ്ണത്തിൽ പൂശിയ ഒരു ഉപഹാരമാണത്. മരപ്രഭു ഇത് തയ്യാറാക്കിയ ശ്രീ രാമചന്ദ്രൻ ഗുരുവായൂർ അദ്ദേഹമാണ് തയ്യാറാക്കിയത്. അദ്ദേഹത്തെ പ്രത്യേകം നന്ദി പറയണം.